മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 14-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുകയാണ്. എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് എല്ലാം ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. എന്റെ നാമത്തിൽ നിങ്ങൾ എന്തെങ്കിലും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ശക്തി സ്രോതസ്സാണ് ഈശോ മിശിഹ. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം ചെയ്തു തരുന്നത് ആരാ ഈ ലോകത്തിലുള്ളത്? ഈ ലോകത്തിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു തരുന്ന ആരുമില്ല. അത് കർത്താവ് ഈശോ മിശിഹ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു തരാൻ ശക്തനായവൻ. ഈ ലോകത്തിലുള്ള ഒരു വ്യക്തികൾക്ക് നമുക്ക് ആവശ്യമുള്ളത് ചെയ്തു തരാൻ കഴിവില്ല. ഇനി ആർക്കെങ്കിലും നമുക്ക് ആവശ്യമുള്ളത് തരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ അവർക്ക് അതിനുള്ള കഴിവില്ല. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ഒരു വ്യക്തിക്ക് അതിനുള്ള കഴിവില്ല. നമുക്ക് ആവശ്യമുള്ളത് ചെയ്തു തരാൻ കഴിവുള്ളവനായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ആയിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിന്റെ ശക്തി സ്രോതസ്. ആ ഈശോയിലേക്ക് ഓരോ നിമിഷവും തിരിഞ്ഞ് ജീവിക്കാനായിട്ട് ഈശോയുടെ പിറവിക്ക് വേണ്ടി ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമ്മള് കാണുന്നുണ്ട്, ഈശോ മിശിഹ ജീവിതത്തില് ഓരോ നിമിഷവും തന്റെ ജീവിതത്തിന്റെ ഏറ്റവും നിർണായക നിമിഷങ്ങളില് പിതാവായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതും പിതാവിനോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതും, ജീവിതത്തിൽ ഓരോ നിമിഷവും പ്രത്യേകിച്ച് നിർണായക നിമിഷങ്ങളിൽ പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മൾ ഓരോരുത്തരും പിതാവായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. ആ പിതാവിനോട് നമ്മൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കണം. ജീവിതത്തിന്റെ ദുഃഖങ്ങളില്, ജീവിതത്തിന്റെ വേദനകളില്, ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളില്, ജീവിതത്തിന്റെ ഇല്ലായ്മകളില് ഈശോയോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. കാരണം നമ്മുടെ ജീവിതത്തിന്റെ ശക്തി സ്രോതസ് ഈശോ മിശിഹ മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ പിറവിക്ക് വേണ്ടി ഒരുങ്ങുന്ന ഈ നാളുകളില് എത്രമാത്രം ഞാൻ ഈശോയോട് ചേർന്നാണ് നിൽക്കുന്നത്? എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരാൻ കഴിവുള്ളവനും ചെയ്തു തരുന്നവനുമായ ഈശോയുടെ അരികിൽ നിൽക്കുവാൻ, ആ ഈശോയിലെ അരികില് പ്രാർത്ഥനയിൽ ചേർന്ന് നിൽക്കുവാൻ, വിശുദ്ധിയിൽ ഈശോയോട് ചേർന്ന് നിൽക്കുവാൻ, നന്മയിൽ ഈശോയോട് ചേർന്ന് നിൽക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചു നോക്കുക. ഞാന് ഈ ലോകത്തോട്, ലോകത്തിന്റെ സുഖങ്ങളോട്, എന്റെ ജോലിയോട്, എന്റെ ബിസിനസ്സിനോട്, എന്റേതായ കാര്യങ്ങളോട് ആണോ ഞാൻ അമിതമായിട്ട് ചേർന്ന് നിൽക്കുക? ഈ ലോകത്തിൽ നിന്ന് എനിക്കിഷ്ടപ്പെട്ട എന്റെ ബന്ധങ്ങളോട്, എന്റെ കൂട്ടുകാരോട്, എന്റെ സുഹൃത്തുക്കളോട് ആണോ ഞാൻ കൂടുതൽ ചേർന്ന് നിൽക്കുക? അതോ ഈശോയോടാണോ? ഈശോയോട് ചേർന്ന് നിൽക്കുക. ഈശോയോട് ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ നിന്റെ ജീവിതത്തെ അവിടുന്ന് ഉയർത്തുകയുള്ളൂ. നിന്റെ ജീവിതത്തെ, നിന്റെ കൃഷിയിടങ്ങളെ, നിന്റെ ജോലിയെ, നിന്റെ ബിസിനസ്സിനെ, നിന്റെ മക്കളെ, നിന്റെ കുടുംബത്തെ ഉയർത്താനായിട്ട് കഴിവുള്ളവൻ ഈശോ മാത്രമാണ്. ആ ഒരു ബോധ്യത്തില് ഈശോയോട് ചേർന്ന് നിൽക്കുക. ഈ ദിവസം കൂടുതൽ പ്രാർത്ഥനയില് ഈശോയെ വിളിച്ചപേക്ഷിച്ച് ഈശോയോട് ചേർന്ന് നിൽക്കുവാനായിട്ട് പരിശ്രമിക്കുക. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈ ദിവസത്തെ എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് കൊടുക്കാം. നമ്മുടെ അധ്വാനങ്ങള്, നമ്മുടെ കുടുംബം, ബിസിനസ്, ജോലി, ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കർത്താവിന് കൊടുത്തുകൊണ്ട്, കർത്താവെ ഈ ദിവസം എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, ഇവരുടെ കഷ്ടപ്പാടുകളിലേക്ക്, ഇവരുടെ കുടുംബത്തിലേക്ക്, ഇന്നിവർ പോകുന്ന വഴികളിലേക്ക്, ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഈശോയെ ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് എല്ലാ തിന്മകളും, ബന്ധനങ്ങളും, കെട്ടുകളും, പിശാചിന്റെ ഉപദ്രവങ്ങള്, നാരകീയ ശക്തികൾ, പൈശാചിക ശക്തികൾ മുഴുവനും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. അന്ധകാര ശക്തികൾ ഇവരുടെ ജീവിതം വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ദുരാത്മശക്തികളും തടസ്സങ്ങൾ ഇവരിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.